ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹവ് യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ ഫൈനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ തട്ടുകടയിൽ കിട്ടുന്ന ഉള്ളിവട ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓരോരുത്തരും ഓരോ പോലെയാണ് ഉള്ളിവട ആക്കാറ്. ഇത് ഞാൻ കുഞ്ഞിന് തൊട്ട് എൻ്റെ വെല്ലുമ്മനക്ക് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ? അതിനായിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് ഒരു ഹാഫ് വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കുഞ്ഞിതായി അരിഞ്ഞത്. അതിനുശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ ബേസൻ പൗഡർ ഉണ്ടല്ലോ, കടലപ്പൊടി കടലമാവ് എന്നൊക്കെ പറയും, അതിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എറ്റ് ടൈം തന്നെ മൊത്തം വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ. കാരണം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു ബോൾസ് ആക്കി കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് പാകാക്കി എടുക്കാൻ പറയുന്നത്. കുറച്ച് കുഞ്ഞിതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കുറേ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം നമുക്ക് ആക്കിയിട്ട് അപ്പം എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ പൊരിക്കാനുള്ള ചട്ടി എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പം ഇങ്ങനെ കുഞ്ഞിതായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കേണ്ടത്, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് അതേപോലെ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിവട റെഡി ആയി കിട്ടും. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇത്ര എളുപ്പത്തിൽ ഉള്ളിവട നമുക്ക് വീട്ടിലാക്കി എടുക്കാമെങ്കിൽ പിന്നെ നമ്മൾ തട്ടുകടയൊന്നും പോയി കഴിക്കണ്ടല്ലോ, ഫ്രഷ് ആയിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കാം. അപ്പം ഇനി 4 മണിയൊക്കെ ആകുമ്പം ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഈ ഉള്ളിവടേൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.